ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ചിന്നു. എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ രേണുസുധിയുടെ വിഷയമായിട്ട് തന്നെയാണ്. ഇത് എപ്പോഴും ഞാൻ പറയും ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇന്നലെ രേണുസുധി എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ഉള്ള വീഡിയോസിൻ്റെ ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് റിയാക്ട് ചെയ്യാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം നിങ്ങളടുത്ത് പറയാം. രേണുസുധി ഇന്നലെ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെ രേണുസുധി നല്ല പക്വതയോട് കൂടിയാണ് ആൻസർ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഓരോ ക്വസ്റ്റ്യനും? അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു പുള്ളിക്കാരി വളരെയധികം പിടി കൊടുക്കാതെയൊക്കെയാണ് ഉത്തരം പറഞ്ഞതെന്ന്. പക്ഷേ ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പുള്ളിക്കാരിയെ പറഞ്ഞ് പഠിപ്പിച്ച് കൊണ്ടുവന്ന് നിർത്തി പറയിപ്പിച്ചതാണെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി കിച്ചുവിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ വളരെയധികം ഓർത്ത് പറയും പോലെ തോന്നി. അതെന്തോ കാണാപ്പാഠം പഠിക്കും പോലെ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അറിവ് അനുസരിച്ച് നമ്മുടെ എയർപോർട്ടിൽ ഒരിക്കലും എയർപോർട്ടിലുള്ള ജീവനക്കാർ പാസഞ്ചേഴ്സിൻ്റെ വീഡിയോസ് എടുത്ത് കൊടുക്കത്തില്ല. അവർക്ക് അതിന് അധികാരമില്ല. രണ്ടാമത്തെ കാര്യം, ഫ്ലൈറ്റിലുള്ള ഒരു സ്റ്റാഫുകളും ഇതുപോലെ വീഡിയോ എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു വീഡിയോയിൽ രേണുസുധി ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയാണ് ഞാൻ ഇവിടെ കൊടുക്കാമേ. അപ്പൊ ആ വീഡിയോയിൽ രേണുസുധിയോട് ക്വസ്റ്റ്യൻ അവിടെ തൊട്ട് തന്നെ ചോദിക്കുന്നു. ഫ്ലൈറ്റിൽ നിന്ന് കാലെടുത്ത് ഇറങ്ങിയപ്പോഴേ ചോദിക്കുന്നുണ്ട്. അത് ഇവിടെ ഞാൻ വച്ചു തരാം. അപ്പൊ അതില് ക്വസ്റ്റ്യൻ ചോദിച്ച ആളിന്റെ സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എപ്പോഴും രേണു ചേച്ചിയുടെ കൂടെ സന്തത സഹചാരിയായിട്ടുള്ള കുറെ വാല് മാധ്യമങ്ങളുണ്ടല്ലോ, അവരാണെന്ന് എനിക്ക് മനസ്സിലായി. ആ സൗണ്ട് കേട്ടപ്പോഴേ മനസ്സിലായി. അപ്പോൾ എനിക്ക് തോന്നി ഇതെങ്ങനെ സംഭവിക്കും? ഒന്നുകിൽ ഇയാള് 2 ദിവസം മുമ്പ് ദുബായിൽ പോയി രേണുവിനെ ഇരുത്തി പറഞ്ഞ് പഠിപ്പിച്ചു കൊണ്ടുവന്ന ക്വസ്റ്റ്യൻ ചോദിച്ച ആങ്കറാണ്. അതായത് രേണുവിന്റെ പെയ്ഡ് PR-കളാണ്. ഇനി അതല്ല, രേണു ഒറ്റയ്ക്കാണ് വന്നതെങ്കിൽ എങ്ങനെയാ സാധിക്കുന്നത്? ഇതെന്തായാലും എയർപോർട്ട് അതോറിറ്റിക്കാർ അത് ചെക്ക് ചെയ്യേണ്ടതാണ്. ഒരിക്കലും അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പം നമ്മുടെ മമ്മൂക്കയായാലും ലാലേട്ടനായാലും ഒക്കെ പോകുമ്പം ഏതെങ്കിലും സിനിമയുടെ പ്രൊമോഷന് പോകുമ്പോൾ ആ പ്രൊമോഷന്റെ ആൾക്കാരാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ അവർ പേഴ്സണലായിട്ട് പോകുമ്പോൾ ഏതെങ്കിലും മറ്റേ യാത്രക്കാർ ചെയ്യുന്നതല്ലാതെ എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം സഞ്ജു തന്നെ വന്നിറങ്ങിയപ്പം ഓഡിയൻസിന് അവരെ മാധ്യമ പ്രവർത്തകരെ കണ്ടത് എവിടെയാണ്? എക്സിറ്റിൽ അവിടെ വെച്ചിട്ടാണ്. ഇത് അങ്ങനെ ചോദിക്കുന്നുണ്ട്. രേണുവിന് സകലമാന അമ്മമാരും സപ്പോർട്ട് അല്ലെങ്കിലും ഒരു വിഭാഗം അമ്മമാര് രേണുവിന് സപ്പോർട്ടാണ്. എത്ര രേണുവിനെ കുറ്റം പറഞ്ഞാലും അവസാനം അവൾ വിധവയാണ്, അവള് മക്കളെ പുലർത്താൻ വേണ്ടി അങ്ങനെ പറയുന്ന അമ്മമാരുണ്ട്. കിച്ചു വീഡിയോ ഇട്ടതോടുകൂടി ഇത് മാറി. കിച്ചുവിലേക്ക് പോയി ഫുള്ള് സപ്പോർട്ട്. ഇവളാകെ പേടിച്ചു. അവിടെ നിന്ന് അടപടലം മൂഞ്ചി. അങ്ങനെയാണ് ഇവള് കരഞ്ഞോണ്ടൊരു വീഡിയോ ഇട്ടത്. കരഞ്ഞോണ്ടൊരു വീഡിയോ ഇട്ടപ്പോ ഇവക്ക് പറഞ്ഞു കൊടുക്കുക ആൾക്കാർ കാണും. നീ പോയി ഡാൻസ് ചെയ്ത് നിന്റെ അവിടെ ആ ഒരു എന്താണ് എക്സ്ക്ലൂസീവ് വീഡിയോസ് ഇടുന്ന അവിടെ പോയി വീഡിയോ ഇട്ട് നോക്ക്. അപ്പം അറിയാം ഓഡിയൻസ് കെയറോ ഇല്ലയോ എന്ന്. അവളിട്ടപ്പോൾ അത്യാവശ്യം സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അപ്പം ഇവക്ക് മനസ്സിലായി കുറച്ച് വിഭാഗക്കാരുണ്ട്. പിന്നെ അവളേതായിട്ടുള്ള മണ്ടത്തരം കാണിച്ച് അവൾ ഇതിൽ കിച്ചുവിനെ പറ്റി പറയുന്ന കാര്യങ്ങളാണ് അവള് ദുബായിൽ വെച്ച് പ്രതികരിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ കിച്ചുവിന്റെ വിഷയത്തിൽ വളരെ പക്വതയോടുകൂടി ആൻസർ കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞേനെ. അപ്പം നമുക്ക് ആദ്യം ഞാൻ ഇനി വലിച്ചു നീട്ടുന്നില്ല. എനിക്കിത് പറഞ്ഞ് പഠിപ്പിച്ചതായിട്ടാണ് തോന്നിയത്. അങ്ങനെ തോന്നിയിട്ടുള്ളവരുണ്ടെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം നിങ്ങൾക്ക്. തവണ കുറച്ച് വിവാദങ്ങളുടെ ഇടയിലേക്കാണല്ലോ വന്നിറങ്ങിയത്. വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ള ഒറ്റ വാക്കില്? ഉണ്ടാവട്ടെ, എന്നെ മനസ്സിലാക്കുന്ന കുറച്ച് നല്ല ആളുകളുണ്ട്, അവരെന്നെ മനസ്സിലാക്കിക്കോളും. അപ്പൊ ഞാൻ വന്നത് റാക്കില് ചെമ്പത്തിൽ ഇനോഗ്രേഷന് പോയതാണ്. പോയിട്ട് വന്നതായിരുന്നു. ഇവിടെ ഇറങ്ങുമ്പോഴും അതിന്റെ പ്രൊമോഷൻ. പിന്നെ പലരും ചോദിക്കുന്നുണ്ട് എന്താണ് 13 വർഷത്തെ പ്രൊമോഷൻ എന്നൊക്കെ. അതും വരും ദിവസങ്ങളിൽ വരും, നമുക്ക് എടുത്തു വെച്ച് റിയാക്ട് ചെയ്യാം. അതിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ രേണു പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. രേണുവിന്റെ കുറച്ച് സാധനങ്ങൾ പെട്ടിയിലായി അത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല.
അത് അബുദാബി എയർപോർട്ടിലോ ദുബായ് എയർപോർട്ടിലോ വച്ചിട്ട് വരേണ്ടി വന്നു, അവിടെ കളഞ്ഞിട്ട് വരേണ്ടി വന്നു. അപ്പൊ അതിലൊരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, ഓൺലൈൻ മീഡിയക്കാരെ ചോദിക്കുന്നുണ്ട്, രേണു എന്തു പറ്റി അത് കൊണ്ടുവരാത്തതെന്ന്, പൈസ അടച്ചാൽ കൊണ്ടുവന്നൂടേന്ന്. എന്റെ അനുഭവങ്ങളിൽ നിന്നും, കാരണം ഞാൻ പുറത്താണ്, ഞാൻ നാട്ടിലേക്ക് മിക്കവാറും എല്ലാ വർഷവും പോവാറുണ്ട്. അപ്പൊ എന്റെ ഒരു അറിവ് വെച്ച് നമുക്ക് കുറച്ച് വെയിറ്റ് കൂടുതൽ വന്നാൽ നമുക്ക് പൈസ അടച്ചാൽ അത് കൊണ്ടുവരാം, അതേപോലെ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ രേണുവിനോട് ചോദിക്കുന്നുണ്ട്, പൈസ അടച്ചാൽ കൊണ്ടുവരാൻ പറ്റത്തില്ലേ? രേണു പറയുന്നുണ്ട്, ഇല്ല അത് ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന്. എനിക്ക് അത് ഇനി ദുബായിൽ ഇനി പ്രത്യേക നിയന്ത്രണങ്ങൾ ഉണ്ടോ, പൈസ അടച്ചാൽ കൊണ്ടുവരാൻ പറ്റത്തില്ലേ എന്ന് എനിക്ക് അറിയത്തില്ല. അതും കൂടി നിങ്ങൾ ആരെങ്കിലും പ്രവാസികൾ കാണുകയാണ്, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ വന്നൊന്ന് കമന്റ് ചെയ്യണേ, എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്റെ ഒപ്പീനിയനായിട്ട് എനിക്ക് തോന്നിയത്. ഇനി നമുക്ക് ഓരോ വീഡിയോസ് ആയിട്ട് എടുത്ത് റിയാക്ട് ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമുക്ക് രേണുവിന്റെ ചേച്ചി പറയുന്ന കുറച്ച് കാര്യം കേൾക്കാമേ. കിച്ചു പറഞ്ഞൊരു കാര്യമാണ്, സുധിച്ചേട്ടന്റെ ചെലവിലാണ് കുടുംബം മൊത്തം ജീവിച്ചെന്നൊക്കെ ഉള്ള വിവാദമുണ്ട്, അതൊക്കെ ശരിയാണോ? അത് കിച്ചു അത്രയൊന്നും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം സഹോദരങ്ങളാണ്. ഇപ്പൊ ഞങ്ങൾ സുധിച്ചേട്ടൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും, സുധിച്ചേട്ടൻ തിരിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ സഹോദരങ്ങൾക്ക് അങ്ങോട്ടും എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കടമയായിട്ട് തന്നെ കാണുന്ന ആളാണ് ഞാൻ. അല്ലാതെ കടപ്പാടായിട്ടോ ബാധ്യതയായിട്ടോ കാണുന്നവരാണ് അതേക്കുറിച്ച് ഈ കുറ്റമായിട്ട് പറഞ്ഞു നടക്കുന്നത്. ചേച്ചി നല്ല കാര്യം, സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടമ ചെയ്യുന്നുണ്ട്. 2-3 ദിവസം മുമ്പ് നിങ്ങളുടെ അനിയത്തിയുടെ വളർത്തുമകൻ്റെത് എന്ത് കടമയുടെ പേരിലാ കണക്ക് പുറത്തേക്ക് വിട്ടത്? നിങ്ങൾക്ക് ചെലവ് തരുന്നത് കടമ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് കടമ. ആ കുട്ടിക്ക് വളർത്തുമകന് ആഹാരം കൊടുത്തതും അവ തിന്നതും അവൻ അവിടെ ഉപയോഗിച്ച സാധനങ്ങളെ കണക്ക് വരെ എടുത്തിട്ട് മറ്റേ കടയിലെ ബില്ല് കണക്ക് ഒരു നെടുനീളൻ അയച്ചായിരുന്നു. അത് ചേച്ചിക്ക് കടമയായിട്ട് തോന്നിയില്ലേ? അപ്പൊ ചേച്ചി എന്താ പറയാത്ത, അനിയത്തിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാത്തത് എന്താ? ഇത്രയും മുതുക് കിളവിയായ എനിക്കും എന്റെ കെട്ടിയവനും മക്കൾക്കും തരണത് കടമയാണെങ്കിൽ നീ നിന്റെ കൊച്ചിനെന്താടി കടമയായിട്ട് കൊടുക്കാത്തതെന്ന്? അതും ആ കിച്ചു പറഞ്ഞത് ലോക്ക്ഡൌൺ സമയത്താണ്. അത് ഏതൊരു ഇന്റർവ്യൂവിൽ രേണു പറഞ്ഞായിരുന്നു, ലോക്ക്ഡൌൺ സമയത്ത് ഇവര് ഷോർട്ട് ഫിലിംസ് ഒക്കെ എടുക്കാനായിട്ടായി. അപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ആളുകൾക്ക് പോവാൻ പറ്റിയില്ല. ആ കൊച്ചു അന്നത്തെ കാര്യമാണ് പറഞ്ഞത്, അവിടെ കിടന്ന് തിന്ന് അച്ഛൻ എല്ലാവർക്കും ചെലവിന് കൊടുത്തെന്ന്. ഇപ്പോഴും പല വീഡിയോസിലും പല ആൾക്കാരും പറയുന്നുണ്ട് ഇവർ ആ വീട്ടിലായിരുന്നു താമസം, ചെലവിന് കിടക്കുന്നുണ്ടെന്ന്. അപ്പൊ നിങ്ങൾക്ക് തരുമ്പോ അത് കടമ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോ ആ കുട്ടിക്ക് കൊടുക്കുന്നത് എന്താ കടമ? അത് തിന്നതിന്റെ കണക്ക് പുറത്തേക്ക് വിടുന്നതാണോ കടമ? പെണ്ണുമ്പോൾ നല്ല കൂപ്പിൽ പണിയെടുത്ത് തടി പിടിക്കാൻ പോയെങ്കിൽ ഇതിനെക്കാട്ടി അഭിമാനം ഉണ്ടായിരുന്നു. എനിക്കതാണ് ഈ സ്ത്രീയോട് പറയാനുള്ളത്. അവർക്ക് കടമ, നിങ്ങൾ തിരിച്ചു ചെയ്ത കടമ എന്താ? അതെന്താ പറയാത്തെ തിരിച്ചു ചെയ്ത കടമ? ഇനി അടുത്തൊരു കാര്യം, നിങ്ങൾക്ക് ഈ കടമ എന്താണ്, ഇത് കടപ്പാട് എന്താണെന്ന് അറിയാമോ? കടമ, അതാ കടമ, സുധിച്ചേട്ടന് കടമ ആയത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കടമയല്ല. ഈ അമ്മയ്ക്കൊക്കെ കൊടുത്ത കടം അത് കടമാണ്, അതിന്റെ കടമയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നിങ്ങൾ തിരിച്ചോ. ഇനി കടപ്പാടെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ അച്ഛനും അമ്മേനെയും കീഴിൽ നമ്മൾ ജീവിച്ച് അവർ നമുക്ക് ആഹാരം തരുന്നു, വസ്ത്രം തരുന്നു, നമ്മളെ പഠിപ്പിക്കുന്നു, ഇതാണ് അവരുടെ കടമ. നമ്മള് ഇപ്പം 2 സഹോദരിമാരോ സഹോദരനൊക്കെ ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ചിട്ട് പോയി അവരുടെ ഫാമിലിയെ നമ്മൾ സഹായിക്കുന്നതാണ് കടപ്പാട്. കാരണം അവര് വേറെ ഫാമിലിയാണ്, നമ്മൾ വേറെ ഫാമിലിയാണ്. ഇനി അവരുടെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു കല്യാണമോ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ അത് സംഭാവനയായിട്ട് ഒരു സമ്മാനമായിട്ട് കൊടുക്കുന്നതാണ് എന്റെ പൊന്നി ചേച്ചി കടമ. നിങ്ങൾ തിന്ന കണക്ക് അത്രയും കടമ. തിരിച്ച് നിങ്ങൾ എന്ത് കടമ കാണിച്ചു? അത് കിച്ചു വന്ന് സംസാരിക്കേണ്ട അവസ്ഥ ചേച്ചി വരുത്തരുത്. അതാ പറയാനുള്ളത്. എനിക്ക് ഈ സ്ത്രീ പറഞ്ഞപ്പോ എനിക്ക് ഇതാണ് ഉത്തരം തോന്നിയത്. നിങ്ങൾക്കും അതല്ലേ തോന്നിയത്? ഇവർക്ക് കടമ, കിച്ചുവിൻ്റെത് എന്തോ ആണ് ബാധ്യതയോ? ഇനി അടുത്തത് രേണു ചേച്ചി വരട്ടെ. ലഹരി ഉപയോഗിച്ചിരുന്ന കാര്യം അറിയാമായിരുന്നോ? ഇല്ല, അറിയില്ല. അവൻ തുറന്നു പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. അതെ. അപ്പൊ എപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ അവൻ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ്? സ്വന്തം മക്കള് എന്ത് ചെയ്തില്ല നമുക്ക് അങ്ങനെ തോന്നുന്നു, എന്തെങ്കിലും തോന്നുന്നു. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് എന്റെ അമ്മയ്ക്ക് അത് തോന്നുന്നു. നമ്മളെല്ലാം നമ്മുടെ മക്കൾ എപ്പോഴും എന്താ നന്നായിരിക്കണം, അവരെപ്പോഴും നല്ലതായിട്ട് ഇരിക്കട്ടെ, അല്ലെങ്കിൽ അവരെ കുറിച്ച് നമ്മൾ നല്ലതായി ചിന്തിക്കത്തുള്ളൂ. അപ്പം പിന്നെ അങ്ങനെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, ഇപ്പോഴും പറ്റുന്നില്ല. അതാണ്. അയ്യോ, ഓ എന്റെ പൊന്ന് രേണു ചേച്ചിയുടെ അമ്മയ്ക്ക് മക്കൾ ചെയ്യുന്ന തെറ്റുകൾ തെറ്റാണെന്ന് തോന്നാത്തത് കൊണ്ടാണ് ഇന്ന് ചേച്ചി ഈ സമൂഹത്തിൽ ഒരു കണക്കിന് പറഞ്ഞാൽ ഇത്രത്തോളം നെഗറ്റീവ് ആയിട്ട് നടക്കുന്നത്.
നിങ്ങളെ അമ്മ നിങ്ങൾ ചെയ്യുന്ന കാര്യം നല്ലതെങ്കിൽ നല്ലത്, മോശമെങ്കിൽ മോശം എന്ന് പറഞ്ഞ് നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് ഇത്രത്തോളം എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഇട്ട് ജീവിക്കേണ്ടി വരില്ലായിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞ മക്കള് ചെയ്യുന്ന തെറ്റുകളെ തെറ്റെന്നും ശരികളെ ശരിയെന്നും പറയുന്ന ഒരു അമ്മയാണ് യഥാർത്ഥ അമ്മ. മക്കൾ തെറ്റ് ചെയ്താൽ തോന്നിയില്ലേ നല്ലതാണ് എന്ന് തോന്നണമെങ്കിൽ നീ എവിടത്തെ അമ്മയാ? നീ നല്ലൊരു അമ്മയല്ല എന്ന് തന്നെയാണ് ആ കുട്ടി പറയുന്നത്. ആ കുട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് വിളിച്ച് സംസാരിക്കാനോ ഒന്നിനും ആരും ഇല്ല എന്ന്. അവ ഒരു തെറ്റിലേക്ക് പോകുമ്പോ മോനെ പോകരുത് മോനെ എന്ന് പറഞ്ഞു കൊടുക്കുന്ന അമ്മയാണ് യഥാർത്ഥ അമ്മ. അല്ലാതെ എന്റെ അമ്മ ഞാൻ തെറ്റ് ചെയ്താ പറയില്ല, നിന്നെയൊക്കെ പേടിയായിരിക്കും, അതുകൊണ്ടാണ് നീ ഇങ്ങനെ നടക്കുന്നത്. ഇനി കിച്ചു ലഹരി ഉപയോഗിച്ച കാര്യം ചോദിച്ചപ്പോ ചിരിച്ചിട്ട് സംസാരിക്കുന്ന കണ്ടോ? നിങ്ങളത് കണ്ടായിരുന്നോ? ചിരിച്ചിട്ട് ആൻസർ കൊടുക്കുന്നത് ഇല്ല. എവളെന്താ ആ വീട്ടിലല്ലേ താമസിച്ചത്? ആ കൊച്ചിന് ആ ലഹരി ഉപയോഗിച്ച് ആ കൊച്ചിന് വരെ ബോധമുണ്ട് ആ വീട്ടിൽ നിന്നപ്പോഴാണ്. എവക്കില്ല, ഇത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തതാണ്. കാരണം എനിക്ക് അറിയാമായിരുന്നോ ഞാൻ അറിഞ്ഞിരുന്നോ പറഞ്ഞ എവളെ എടുത്തിട്ട് എല്ലാം കൂടെ ഉടുക്കും റിയാക്ഷൻ വീഡിയോക്കാര്. അതുകൊണ്ട് അവര് പറഞ്ഞതാണ് കിച്ചുവിന്റെ ഭാഗം വരുമ്പോ നീ ഒന്ന് എസ്കേപ്പ് ആയി പൊക്കോളൂ. അറിയില്ല അല്ലെങ്കിൽ അറിയാം, പിന്നെ സെലിബ്രിറ്റി ആണല്ലോ, കൂടുതൽ വായിന്ന് വീഴില്ലല്ലോ. നമ്മൾ സെലിബ്രിറ്റി അല്ലാത്തതുകൊണ്ട് നമ്മൾ കണ്ടാൽ നന്നായിട്ട് പറയും, അത്ര വ്യത്യാസമേ ഉള്ളൂ. വഴക്ക് പറഞ്ഞോളൂ, സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞ് സുധിച്ചേട്ടനോട് വഴക്ക് പറഞ്ഞു. കിച്ചുനോടല്ല, സുധിച്ചേട്ടനോട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. സുധിച്ചേട്ടൻ ഷൂട്ടിന് കൊണ്ടുപോകണ്ട, അങ്ങനെ ഒരു പോയിന്റ് എന്തോ പറഞ്ഞു. സുധിച്ചേട്ടൻ ഷൂട്ടിന് കൊണ്ടുപോകണ്ട, സ്കൂളിൽ വിടണം എന്ന് ഞാൻ പറഞ്ഞു. ഇന്നീ നിമിഷം വരെ ഞാൻ തല്ലി. ഉള്ളപ്പനെയും തല്ലിയിട്ടില്ല, ഞാൻ ആരും തല്ലി അങ്ങനെ ഞാൻ തല്ലിയിട്ടില്ല. ഇനി ചേച്ചി എന്താ പറഞ്ഞത്? സ്കൂളിൽ പോവാത്തേന് ചേട്ടനോട് പറഞ്ഞു. അതിനെന്താ, കൊച്ചുങ്ങള് തെറ്റ് കണ്ടാ മിണ്ടാതിരിക്കുന്ന ചേച്ചിയാണെന്നല്ലേ പറഞ്ഞത്? നമ്മളെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമുക്കത് തെറ്റാണെന്ന് തോന്നൂ? ഇല്ല. സ്കൂളിൽ പോവാത്തത് എന്താ ചേച്ചിക്ക് പെട്ടെന്ന് തെറ്റാണെന്ന് തോന്നിയത്? അപ്പൊ ചേച്ചി ഈ സ്കൂളിൽ പോവാത്തതിന് കൊച്ചിനെ ശാസിക്കണം. അതും കിച്ചുവിന്റെ അടുത്തല്ല. കിച്ചു ആരാ? അവർക്ക് ഇത് വരദാനമായിട്ട് ജീവിതം കൊണ്ടു കൊടുത്ത ദൈവം. അതുകൊണ്ട് കിച്ചുവിന്റെ അടുത്ത് പറയത്തില്ല. സുധിച്ചേട്ടനോട് പറഞ്ഞു, സുധിച്ചേട്ടാ 7-8 ദിവസം ഷൂട്ടിന് പോണെങ്കിൽ പൊയ്ക്കോ, കൊച്ചിനെ സ്കൂളിൽ വിടണ്ട. അത് കൊച്ചിന്റെ ഭാവിക്ക് വേണ്ടി കൊച്ചുങ്ങൾക്ക് വിദ്യാഭ്യാസം നോക്കുന്ന ഒരു ഉത്തമയായിട്ടുള്ള ഒരു മാതൃത്വം തുളുമ്പുന്ന അമ്മ. ആ അമ്മയ്ക്ക് കുഞ്ഞ് ലഹരി ഉപയോഗിച്ച നമ്മളെ മക്കൾ അത് എങ്ങനെയെങ്കിലും, നിനക്ക് അവൻ ലഹരി ഉപയോഗിച്ചാൽ എന്ത്, അവൻ നല്ലത് ഉപയോഗിച്ചാൽ നിനക്കെന്ത്? നിനക്ക് ആ കൊച്ചു അവിടെ നിന്ന് പോണം. അത് നിന്റെ കൊച്ചല്ല, അതുകൊണ്ടാണ് നിനക്കത് തെറ്റല്ലാതായി തോന്നിയത്. നിന്റെ ഋതപ്പനോ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നീ ഒരുപക്ഷെ പറഞ്ഞു തിരുത്തിയേന. ഇവള് വിദ്യാഭ്യാസത്തിന്റെ വലിയ കാര്യം പറയണ്. എവളെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം ഞാനൊന്ന് പറഞ്ഞുതരാം. എനിക്ക് ആ വീഡിയോ കിട്ടിയില്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തേനെ. എന്താണെന്ന് അറിയാമോ? ഇവള് അങ്ങോട്ട് റാസൽ കൈമേലോട്ട് പോയപ്പോ ഈ ഓൺലൈൻ മീഡിയക്കാർ ചോദിച്ചു, ചേച്ചി ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന്. ഇവൾ എന്താണ് ആൻസർ കൊടുത്തതെന്ന് അറിയാമോ? ഫാൻസ് ഒക്കെ എനിക്ക് ഒരുപാടുണ്ട്, ഇപ്പൊ ഒരുപാട് അമ്മമാർ എനിക്ക് ഫാൻസ് ആയിട്ട് വരുന്നുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതപ്പോ ആ വീഡിയോ എടുത്ത് ഞാൻ ചെയ്ത ചിലപ്പോൾ അവൾ ആ ക്വസ്റ്റ്യൻ കേട്ടതായിരിക്കില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ഫിനാൻഷ്യൽ എന്ന് കേട്ടത് ഫാൻസ് എന്നായിരിക്കും. അങ്ങനെ നമ്മൾ ഒരാളെ പുച്ഛിക്കേണ്ടതാണ്. എനിക്ക് ഇവക്ക് ഒരു മണ്ണാങ്കട്ടെ അറിഞ്ഞെന്ന് മനസ്സിലായത് ഇവൾ ഇപ്പൊ വന്നിറങ്ങിയപ്പോ ഇവളെ പല്ലിന്റെ കാര്യം ചോദിക്കുന്നുണ്ട്. പല്ലിന്റെ കാര്യം എന്തായി ചേച്ചി എന്ന് വെച്ചപ്പോ പറയാണ് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞു, ഇനി പല്ല് വെച്ച് പിടിപ്പിച്ചാൽ മതിയെന്ന്. ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ പല്ല് വെച്ച് പിടിപ്പിക്കുന്നതിനെ അല്ലേ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്? എനിക്കറിയത്തില്ല. ഇംപ്ലാന്റേഷൻ ഒക്കെ കഴിഞ്ഞു, ഇനി എനിക്ക് പല്ല് വെച്ച് പിടിപ്പിച്ചാൽ മതിയെന്ന്. അപ്പൊ എൻ്റെ ഒരു വളരെ രേണുസുധിയുടെ അത്ര ബുദ്ധിയും വിവരമൊന്നും എനിക്കില്ല. എൻ്റെ വളരെ ലോ ലെവലിലുള്ള വിവരം വെച്ച് ഞാൻ കേട്ടിട്ടുള്ളത് ഇംപ്ലാന്റ് ചെയ്യുന്നതിനെയാണ് പല്ല് വെക്കുക എന്ന് പറയുന്നത്. മറ്റേ പല്ലില് ബ്രേസസ് ഇടും, അത് കമ്പി ഇടും, പിന്നെ ഇൻവിസിലൈൻ. ഇത് മാത്രമേ എനിക്ക് അറിയാവുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിദ്യാഭ്യാസം കൊടുക്കാത്തതിന് വ്യാകുലപ്പെടുന്ന അമ്മയാണ് കൊച്ചു ലഹരി ഉപയോഗിച്ചപ്പം എനിക്കറിയില്ല. അപ്പുറത്തെ റൂമിലുണ്ടായിരുന്നോ? എനിക്കറിയില്ല. എന്താ തിരുത്താത്തേ? നമ്മുടെ മക്കൾ തെറ്റ് കണ്ടാൽ തിരുത്തോ? ഇതൊക്കെ കാണുമ്പോഴാണ് ഇതൊക്കെ റിയാക്ട് ചെയ്തിട്ട് പോവാൻ തോന്നുന്നത്. ഇനി രേണുസുധി കിച്ചുവിന്റെ ഈ ഒരു പ്രശ്നത്തിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചപ്പോ പറഞ്ഞത് കേൾക്കാമേ. കിച്ചുവിനെ കുറിച്ച് പറഞ്ഞത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഇത്രേ പറയുള്ളൂ. കിച്ചുവിന്റെ വിവാദത്തെ പറ്റി എനിക്ക് പറയാനുള്ളത്, സുധിച്ചേട്ടൻ, നിങ്ങൾക്കൊക്കെ അറിയാം, സുധിച്ചേട്ടൻ മരിച്ചതിന് ശേഷം എനിക്ക് ആകെ തന്നിരിക്കുന്നത് കുറച്ച് കടങ്ങളും കുറെ പ്രാരാബ്ദങ്ങളും 2 മക്കളെയും തന്നിട്ടാണ് സുധിച്ചേട്ടൻ മരിച്ചു പോയത്. ഒരുപാട് സ്വത്തുക്കളോ ഒരു സ്വത്തും തരാതാണ് സുധിച്ചേട്ടൻ മരിച്ചു പോയത്. എന്നെ കൊണ്ട് കഴിയുന്ന പോലെ 2 മക്കളെ നന്നായിട്ട് ഞാൻ നല്ല നിലയിൽ നോക്കിയിട്ടുണ്ട്. കിച്ചുവിനെ സംബന്ധിച്ച് ഇപ്പൊ കിച്ചുവിന് 10-22 വയസ്സായി, പ്രായപൂർത്തിയായ ഒരു മകനാണ്. സോ അവനിപ്പം സ്വന്തമായിട്ട് സമ്പാദിക്കാറൊക്കെ ആയി. പിന്നെ അവൻ എന്തും പറയട്ടെ, അവന് എന്താ പറയാ, അവൻ വന്ന് പറയുന്ന അവന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ആയിരുന്നു. എനിക്കിപ്പോ അതിനകത്ത്
വിയോജിപ്പോ കാര്യങ്ങളോ അവൻ ആരോട് പിണക്കങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇതിന്റെ പുറകിൽ ആരൊക്കെയാണ് കളിച്ചെന്നും എന്തിനാണ് മാനിപ്പുലേറ്റിംഗ് നടത്തി, അതുപോലെ തന്നെ എല്ലാവരും റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി ചേച്ചി പറയുന്ന കേട്ടില്ലേ, സുധിച്ചേട്ടൻ എന്റെ സുധിച്ചേട്ടന് വേണ്ടി എന്ന് പറഞ്ഞിട്ട്, സുധിച്ചേട്ടൻ മരിച്ചപ്പോ എനിക്ക് കുറെ പ്രാരാബ്ദവും പട്ടിണിയും പരിവട്ടവും ഒക്കെ തന്നിട്ടാണ് അയാൾ പോയത്. 2 പിള്ളേരെയും തന്നു, ഞാൻ കിടന്ന് കഷ്ടപ്പെടണ്ടേന്ന്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബാഗ് പൊട്ടി, അത് സുധിച്ചേട്ടന്റെ ബാഗാണ്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്, എന്റെ സുധിച്ചേട്ടന്റെ ബാഗ് മാത്രം ഞാൻ എടുത്തോണ്ട് വന്നു, സുധിച്ചേട്ടന്റെ പൊട്ടിയ പെട്ടിയായിട്ടാണ് ഇവള് വന്നത്. ആ പെട്ടിയെ പോലെ അവള് വെറുതെ വിടുന്നില്ല. ആ പെട്ടി അവസാനം പൊട്ടി, എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത. ഇല്ല, അവള് രക്ഷപ്പെടുത്തത്തില്ല. ഇത്രയും സുധിച്ചേട്ടന് വേണ്ടി എന്നും പറഞ്ഞ് സുധിച്ചേട്ടന് വേണ്ടി ഈ ജീവിതം ഒഴിഞ്ഞു വച്ചിരിക്കുന്ന ഇവള് പറയല്ലേ സുധിച്ചേട്ടൻ ഇങ്ങനെയാണെന്ന്. പിന്നെ സുധിച്ചേട്ടൻ എന്ത് ചെയ്യണം? ആ സ്റ്റാർ മാജിക്കിലുള്ള എല്ലാവരും നല്ല നിലയിലെത്തി. സ്റ്റാർ മാജിക് പ്രോഗ്രാമിനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നു. അവിടെ ചാട്ടവാറിന് അടിക്കുന്നത് സത്യമാണ് കള്ളമാണ്, അതൊക്കെ സത്യമാണെങ്കിൽ ആരെങ്കിലും അടിയും കൊണ്ട് അവിടെ ഇരിക്കുമോ? അതിന് അത്രയ്ക്കും പൈസ കിട്ടുന്നത് കൊണ്ടാണ് ആ പ്രോഗ്രാമിലൊക്കെ എല്ലാവരും പോകുന്നത്. അതിന്റെ കൂടെയുള്ള എല്ലാവരും, അനുമോളും എല്ലാവരും ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ആയിട്ട് ആയിട്ടുണ്ട്. ഈ സുധിച്ചേട്ടൻ മാത്രമാണ് ആവാത്ത. കാരണം നിന്റെ ചേച്ചി പറഞ്ഞില്ലേ, കടമയ്ക്ക് ചേച്ചിക്ക് കുറെ കൊടുക്കണമായിരുന്നു. അപ്പൊ എല്ലാവർക്കും കൂടെ പട്ടിണി പരിവട്ടമൊക്കെ ആ സുധിച്ചേട്ടൻ മാറിയപ്പോ അവിടുത്തെ പട്ടിണിയും മാറിയില്ല, ഒന്നും മാറിയില്ല. സുധിച്ചേട്ടനും പോയി. സുധിച്ചേട്ടൻ നിനക്കൊന്നും തന്നില്ലേ? നീ കിടക്കുന്ന വീട് ആരുടെ പേര് പറഞ്ഞിട്ട് ആൾക്കാർ ഇത് തന്നത്? നിന്റെ കഷ്ടപ്പാട് കണ്ടിട്ടാണോ? നിന്റെ കുട്ടികളത് കണ്ടിട്ടാണോ? സുധിച്ചേട്ടന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു വീട്. ആ വീടിന്റെ വസ്തു പള്ളിയിലച്ഛൻ തന്നപ്പോ നീ പള്ളിയിലച്ഛൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞ എന്താണ്? ഇത് സുധിച്ചേട്ടന് ഒരുപാട് സന്തോഷവും ഇത് സുധിച്ചേട്ടന് കൊടുക്കും പോലെ സുധിച്ചേട്ടൻ മേളിലിരുന്ന് കാണുന്നുണ്ടാവും അല്ലേ അച്ഛ എന്ന് ചോദിച്ച്. ഇപ്പൊ അവക്ക് സുധിച്ചേട്ടൻ കൊടുത്തത് പട്ടിണിയും പരിവട്ടവും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കിച്ചു 10-21 വയസ്സായ ഒരു യുവാവാണ്. അവൻ്റെതായ ഒരു അഭിപ്രായമുണ്ട്. തീർച്ചയായിട്ടും ഇത് അവക്ക് പറഞ്ഞു കൊടുത്ത മറുപടിയാണ്. അവളത് പറഞ്ഞു. അടുത്തത് എവള മറുപടി വരുന്നുണ്ട്. എവളെ വായിന്ന് എവള് ഊഹിച്ചെടുത്ത മറുപടി പറയുന്നുണ്ട്. അവനെ മാനിപ്പുലേറ്റ് ചെയ്ത്. എങ്ങനെ? ഈ 10-21 വയസ്സായ കൊച്ചിന് ചിന്തിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇതേ വീഡിയോയിൽ തൊട്ടടുത്ത് പറയാണ് മാനിപ്പുലേറ്റ്. അതെങ്ങനെയാ ചേച്ചി ചിന്തിച്ച് ചെയ്യുന്ന ഒരു പയ്യനെ ആരെങ്കിലും വന്ന് മാനിപ്പുലേറ്റ് ചെയ്താൽ പറ്റുമോ? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ചർച്ച ചെയ്തതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് പോവാത്തത്. ഇതെന്താന്ന് പറഞ്ഞാൽ, ഇതിൽ എന്നിട്ടും പറയുന്നുണ്ട് കിച്ചുവിനെ ഇപ്പൊ ചേർത്ത് പിടിക്കാൻ ഒരുപാട് ഉണ്ടല്ലോ. അതൊക്കെയാണ് എവള ഉത്തരങ്ങള്. ഇപ്പൊ കിച്ചുവിനെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് പേരുണ്ടല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. അവിടെയൊക്കെയാണ് പറയുന്നത്. എത്ര പഠിപ്പിച്ചു കൊടുത്താലും നമ്മുടെ ഉള്ളിലൊരു മണ്ടത്തര ഉത്തരം ഉണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലും ഒക്കെ വരും. ഇനി മറ്റേ ചെലവ് നോക്കിയത്, സുധിച്ചേട്ടൻ മരിച്ച ചെലവിന്റെ കാര്യം ഇപ്പൊ വരുന്നുണ്ട്. നോക്കാം. സുധിച്ചേട്ടൻ മരിച്ച ചടങ്ങുകൾക്ക് ഉൾപ്പെടെയുള്ള ചെലവുകൾ വലിയൊരു ബില്ലാക്കി അത് മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ട് തന്നു എന്നൊക്കെ കിച്ചു പറയുന്നുണ്ട്. അവർ തന്നെ അതായത് ഇതിന്റെ ആൾക്കാർ ഫ്ലവേഴ്സൊക്കെ തന്നെയാണ് അവർ വന്ന് ആ ബില്ല് അവർ തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. നമ്മുടെ പപ്പായ്ക്കൊക്കെ അന്ന് ബോധം പോലെ ഇല്ലാതെ പപ്പായ സീരിയസ് ആയിട്ട് കിടക്കുമായിരുന്നു. നമ്മളാരും എൻ്റെ കയ്യിൽ എന്തായാലും ഒന്നും തന്നില്ല. അത് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ കൊടുത്തിട്ടുണ്ട്. ബില്ലെല്ലാം 1.5 ലക്ഷം രൂപ ആയിരുന്നു അത് കൊടുത്തു തീർത്ത് അവർ ഫ്ലവേഴ്സ് തന്നെയാണ്. ശരി, ഇതും തന്നെയാണ് കിച്ചു പറഞ്ഞത്. നിങ്ങൾ ആ കിച്ചു പറഞ്ഞ സെന്റൻസിലോട്ട് വാ. കിച്ചു പറഞ്ഞില്ലേ അവസാനം കിച്ചു കടയിൽ പോയി കുറെ പറഞ്ഞ് ബില്ല് അവസാനം ഫ്ലവേഴ്സുകാർ അത് സെറ്റിൽ ചെയ്തെന്ന്. അതാണ് ഇവരും പറയണത്. ആ കിച്ചു പറഞ്ഞ ഭാഗം മാറ്റും, ബാക്കി ഭാഗം എടുക്കും. ഇത് പറഞ്ഞു കൊടുത്തില്ല. അവിടെയും പറയണം പപ്പയ്ക്ക് ബോധമില്ല, പപ്പയ്ക്ക് ഇപ്പോഴും ബോധമില്ല, അപ്പോഴും ബോധമില്ല. ബോധമില്ലാത്ത പപ്പയാണ് വീട് കുത്തിപ്പൊളിച്ച് ഇളക്കി കാണിച്ചു തന്നത്. കണ്ടോ ഈ വീട് കൊള്ളത്തില്ലെന്നും പറഞ്ഞ് ഇരുന്ന വീടിനെ കൂടെ കുത്തിപ്പൊളിച്ച് ഇളക്കിയത്. അപ്പോഴേ മനസ്സിലായി പപ്പയ്ക്ക് ബോധമില്ലെന്ന്. ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കിച്ചുവിന് 21 വയസ്സായി, അവൻ്റെതായിട്ടുള്ള അഭിപ്രായം ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. പിന്നെ പറഞ്ഞു ലഹരി ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു ഇല്ല അത് അറിയില്ലായിരുന്നെന്ന്. പിന്നെ എന്തിനാ ചേച്ചി വല്ലവളും കിച്ചു കഞ്ചാവ് അടിച്ച് റൂമിലിരുന്നതായിരുന്നു. രേണുവിന് റൂമിൽ പോലും കഞ്ചാവ് ഉപയോഗിച്ചിരിക്കുന്ന കുട്ടിയുടെ റൂമിൽ എങ്ങനെ പോകും എന്നൊരു അമ്മച്ചി വന്ന് ചോദിച്ചപ്പോൾ ചേച്ചി ആ സ്റ്റോറി എടുത്ത് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യത്തിനെ പറ്റി നിങ്ങൾ എന്തിനാ ഷെയർ ചെയ്തത്? അപ്പൊ നിങ്ങൾ കിച്ചുവിനെ പറ്റി നെഗറ്റീവ് പറയുന്നവരുടെ എല്ലാ സ്റ്റോറിയും ഷെയർ ചെയ്തത് ആരാ? നിങ്ങളുടെ കൂട്ടുകാരികളാണോ? മറ്റേ ചെലവ് പുറത്തു വിട്ടതുപോലെ നിങ്ങളല്ലേ? അപ്പൊ നിങ്ങൾ എന്താ അവിടെ എതിർക്കാത്തത്? എനിക്ക് അറിയില്ലാത്തത് കൊണ്ട് ഞാൻ ആ സ്റ്റോറി പുറത്ത് ഇടുന്നില്ലെന്നെങ്കിലും വിചാരിച്ചിരിക്കാത്തെന്താ? നിങ്ങൾക്ക് എല്ലാം അറിയാം. ചുരുക്കി പറഞ്ഞ കിച്ചു പറഞ്ഞത് എല്ലാ സത്യമാണ്.
അത് എവർക്കും അറിയാം. ഹനാൻ പറഞ്ഞ കാര്യത്തിന് ഇതുപോലെ ഈ ചാടി മറിഞ്ഞ ആൻസർ പറയും പോലെ പറഞ്ഞോ? ഹനാൻ പറഞ്ഞത് കുറെ വർഷമായിട്ട് മിണ്ടിയോ? കഴിഞ്ഞ പ്രാവശ്യമല്ലേ ഒന്ന് പതിയെ അതിനെ പറഞ്ഞത്. കിച്ചു പറഞ്ഞതിന് ഇങ്ങനെ അവിടെ ഇല്ല ഇവിടെ ഇല്ല, ഈ പറയുന്ന ഉത്തരങ്ങൾക്കൊന്നും വാലും തുമ്പും ഇല്ല, അവിടെ ഇവിടെ മാറി മറിഞ്ഞ് പറയുന്നത്. എവർക്ക് കിച്ചുവിനെയാണ് പേടി, അല്ലാതെ കിച്ചുവിന് എവരെയല്ല. എവർക്കറിയാം ഇനി കിച്ചുവിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ കിച്ചു അടുത്ത ഇതും കൊണ്ട് വന്ന് പൊട്ടിക്കുമെന്ന് അവർക്ക് അറിയാം. അതുകൊണ്ടാണ് ഇവർ ചിരിക്കുന്നത്. ഇവർ ചിരിക്കുന്നത് കണ്ടില്ലേ ഓരോ ഉത്തരത്തിനും? അത് ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ്. എല്ലായിടത്തും സ്റ്റോറി ഇടും. അതൊക്കെയാണ് ഇവർക്ക് ആ കുട്ടിയോടുള്ള അഭിപ്രായം. ഇവിടെയെങ്ങാനും വന്നത് പറഞ്ഞാൽ അതിന് ഇവർ ഇന്നലത്തോടെ ഫീൽഡ് ഔട്ട് ആവും. അതുകൊണ്ടാണ് അത് അവർ ചെയ്യാത്തത്. ഇനി നമ്മുടെ ഷഫീനെ ഇതേ പറ്റി പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് നമുക്ക് കേൾക്കാം. എന്നാന്ന് വെച്ചാൽ അവക്ക് ദേഷ്യം, അവളെ ഞാൻ നേരിട്ട് പോലും കണ്ടിട്ടില്ല. അവക്ക് കാല് നേരെ നടക്കാൻ പോലും ഇല്ലാത്ത ഒരുത്തിയാന്ന് എനിക്ക് മനസ്സിലായി. അവക്ക് കാല് 3-4 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അവള് വിധവയൊന്നുമല്ല, അവള് വിധവയാന്ന് പറഞ്ഞ ഇപ്പം 3-4 മാറി മാറി ഭർത്താക്കന്മാരൊക്കെ ഉള്ളവളാണ്. എനിക്കറിയത്തില്ല അവൾക്ക് എന്താ സോക്കേടെന്ന് എനിക്കറിയത്തില്ല. അവളെ തന്തയായിരിക്കും. ഇത് നമ്മുടെ യൂട്യൂബർ ഷഫീനത്തെ പറ്റിയാ പറയുന്നത്. എനിക്ക് അവരെ പേഴ്സണലി പരിചയമൊന്നുമില്ല. ഞാനും അവരുടെ വീഡിയോസ് എവരെ റിയാക്ട് ചെയ്യുന്നത് കാണുന്ന ടൈം തൊട്ട് കാണും, അത്ര പരിചയം എനിക്കുള്ളൂ. എന്ത് തന്നെ ആയാലും ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, നമ്മൾ ഒരാളിന്റെ അവസ്ഥയെക്കുറിച്ച് ഒരിക്കലും കളിയാക്കാൻ പാടില്ല. കളിയാക്കിയ ഒരു ടൈമിൽ അത് ബൂമറാങ് പോലെ ഇരട്ടിക്ക് നമുക്ക് വന്നത് അടിക്കും, തീർച്ചയായിട്ടും അടിക്കും. നമ്മൾ ഒരാളെ ബോഡി ഷെയ്മിങ് ചെയ്യുക, എവളെ എന്തുമാത്രം ബോഡി ഷെയ്മിങ് ചെയ്യുന്ന വീഡിയോസ് ആണ് എവളെടുത്തിട്ടിട്ട് അതിന് ആൻസർ കൊടുക്കുന്നത്. എവളെ ബോഡി ഷെയ്മിങ് കണ്ട് ചങ്ക് പൊട്ടിയാണല്ലോ ഓരോരുത്തരും എവക്ക് മേക്ക് ഓവറുമായിട്ട് പോയത്. അപ്പൊ ഇന്ന് എവളെ വിചാരം എവളെല്ലാം തികഞ്ഞു. എവളെ എപ്പോഴും പണമാണ് ഫ്രണ്ടിൽ കാണിക്കുന്നത്. ആരോ വൃത്തിയായിട്ടൊരു കമന്റ് ഇട്ടപ്പം ആ റീലിൽ കൂടി കാശ് മണി എന്നും പറഞ്ഞ് ആ ഒരു പാട്ടിന്റെ റീല് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവൾ അവിടെ വെച്ച് വേറൊരു റീലില് പറഞ്ഞു, എനിക്കിപ്പോൾ അത്യാവശ്യ സാമ്പത്തികമുണ്ട്. പണമായാൽ എല്ലാം തികഞ്ഞു എന്നുള്ളൊരു കാര്യമാണ് ഈ സ്ത്രീക്കുള്ളത്. അവരുടെ അമ്മ അച്ഛനെയൊക്കെ വിളിച്ച് ഇന്നലെ ആൻസർ കൊടുത്ത വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഇവള് എത്ര വെള്ളത്തിൽ കുളിച്ചാൽ നന്നാവൂന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചുമ്മാ വീട്ടിലിരുന്ന ഇവളെ അമ്മയെ വരെ, ആ പാവപ്പെട്ട അമ്മയെ വരെ പറയിപ്പിച്ചു. കാരണം അവര് പറയും അവരച്ഛനെ അമ്മയൊക്കെ വിളിച്ചത്. പിന്നെ അവര് 3-4 കല്യാണം കഴിച്ചു. ചേച്ചിയുടെ എത്രാമത്തെ കല്യാണമാ? ചേച്ചിയുടെ ആദ്യത്തെ കല്യാണമാണോ? നിങ്ങളെ 2-മത്തെയോ 3-മത്തെയോ കല്യാണമല്ലേ? നിങ്ങൾക്ക് എങ്ങനെയാണ് റൈറ്റ് അവരുടെ പറയാൻ? പിന്നെ അവള് വിധവയൊന്നുമില്ല, വിധവയെ വരെ പുച്ഛിക്കുകയാണ്. വിധവ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും പോലെ ഒരു സ്ത്രീയുടെ വളരെ 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 വിഷമഘട്ടം, ദയനീയമായ ഒരു ഘട്ടമാണ് വിധവ. ആ ഒരു പേര് പോലും ഉപയോഗിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അവള് വിധവയെന്നല്ലെന്ന് പറഞ്ഞാൽ അതിന് ആ വിധവ എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് അവരെ പുച്ഛിക്കുന്ന രീതിയിലാണ് ഈ സ്ത്രീ സംസാരിക്കുന്നത്. എന്നിട്ട് ഇന്നലെ ഏതൊക്കെയോ ഓൺലൈൻ മീഡിയക്കാർ എഴുതുന്നുണ്ട്, എന്തോ വിവാദങ്ങൾക്കിടയിലും ഉയരങ്ങളിലേക്ക് രേണുസുതി. ഇന്നലെ രേണുസുതി എയറിലേക്ക് പോയിട്ടുണ്ട്. രണ്ടാമത് എന്താന്ന് വെച്ചാൽ വളരെ പക്വതയോടുകൂടി ആൻസർ പറഞ്ഞു. ഇതാണോ പക്വതയോടുകൂടി ആൻസർ പറയുന്നത്? ആ ചെലവിന്റെ കാര്യം ചോദിക്കുമ്പം കിച്ചു പറഞ്ഞ ബാക്കി ഭാഗത്തെ കുറിച്ച് പറയുന്നു. കിച്ചുവിന്റെ കാര്യം വരുമ്പോൾ ഒഴിപ്പി വിടുന്നു, എന്നിട്ട് ചേർത്ത് നിർത്തുന്നു. എന്തൊക്കെ പ്രകസനമാണടെ! ഇതൊക്കെ കാണുമ്പോഴാണ് എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നത്. കാരണം അതൊക്കെ നമ്മുടെ ഫ്രസ്ട്രേഷനാണ് പറഞ്ഞു തീർക്കുന്നത്. എന്റെ കമന്റ് ബോക്സിൽ വന്ന് ഒരുപാട് പേര് ഇതിന് പോസിറ്റീവ് കമന്റ്സ് പറയുമ്പോൾ എനിക്കറിയാം അതൊക്കെ അവരുടെ ഫ്രസ്ട്രേഷൻ ആണ്. അല്ലാതെ ഞാൻ പറയുന്ന ഒരു അഭിപ്രായത്തോട് അവർ യോജിക്കണമെങ്കിൽ ഈ കമന്റ് ബോക്സിൽ വരുന്ന എല്ലാവരും എനിക്ക് പണ്ടേ പരിചയമുണ്ടോ? ഒരിക്കലുമില്ല. ഇന്നലെ കിച്ചുവിന്റെ വീട്ടിന്റെ അടുത്ത് നിന്ന് ഒരു ഫാമിലി എന്നെ കമന്റ് ബോക്സിൽ വന്ന് സംസാരിച്ചായിരുന്നു ആ കുട്ടിയുടെ അവസ്ഥയെ കുറിച്ചിട്ട്. എനിക്ക് തിരിച്ചൊരു റിപ്ലൈയും കൊടുക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ഞാൻ എന്ത് റിപ്ലൈ കൊടുത്താണ് അതിനെ സമാധാനിപ്പിക്കുന്നതെന്നാണ്. ആ കുട്ടിയുടെ പേടി എന്താണെന്നറിയാമോ? രേണുസുതിയൊന്നുമല്ല, ആ കൂട്ടുകാരികൾ ഇട്ട വീഡിയോയാണ്. ആ കൂട്ടുകാരികൾ നല്ല രീതിയിൽ രേണുസുതിയെ കുഴിയിൽ ചാടിക്കുന്നതാണ്. അത് ഇന്നലത്തെ വീഡിയോയിൽ കൂടി തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. നല്ല രീതിക്ക് മാനിപ്പുലേറ്റ് ചെയ്യും. ആ ചെലവിന്റെ കണക്ക് പുറത്ത് വിട്ടതിനും എവള് പറയുന്ന ന്യായം എന്താണെന്നറിയാമോ? സജീന ചേച്ചി എന്നെ കുറിച്ച് നല്ല രീതിയിലാണ് വീഡിയോ ഇടുന്നത്, അവര് ചോദിച്ചപ്പോ കൊടുത്തെന്ന്. അത്രേ ഉള്ളൂ ആ കൊച്ചിന്റെ ആ കൊച്ചിന്റെ എവക്കുള്ള വിശ്വാസം. ഒരു ചേച്ചി വീട്ടിൽ പഞ്ചസാര മണ്ണെണ്ണ വാങ്ങിക്കാൻ വന്ന അവരെ കയ്യിൽ കൊച്ചിന് നോക്കിയ ചെലവ് കൊടുത്ത് വിടുന്ന ടീമാണ്. എന്താ എവളെ ചേച്ചി പുറത്ത് വിടാത്തെ? എവള് ബിഗ് ബോസിൽ പോയപ്പോ എവക്കൊരു കസിൻ ഉണ്ടായിരുന്നല്ലോ. എവക്ക് ഓടുന്ന പട്ടിക്ക് 1 മുഴം മുമ്പേ എറിഞ്ഞ് നാണം കെടുത്തി വിട്ടല്ലോ ലാലേട്ടൻ. ഫസ്റ്റ് വീക്കിൽ തന്നെ അവൾ ഔട്ട് ആവുമെന്നും പറഞ്ഞൊരു വീഡിയോ അവള് പുറത്തുനിന്ന് പോസ്റ്റ് ചെയ്തത്. അന്ന് അവള് പറഞ്ഞു എന്റെ കസിനാണ് നോക്കുന്നത്. എന്താ ആ കസിന് വിടാത്തത്? വേണ്ടപ്പെട്ടവരടുത്തൊക്കെ കൊടുത്ത് വിടുന്നതേ നാണക്കേട്. എങ്കിലും വേണ്ടപ്പെട്ടവരെ കയ്യിൽ കൊടുത്ത് ആ ചെലവ് പുറത്ത് വിടാത്തത് എന്താ? അത്രയ്ക്ക് അറിയിക്കണമെങ്കിൽ
അത് വീട്ടിൽ പരിചയപ്പെട്ട് വന്ന ഒരു ചേച്ചിന് ചോദിച്ചപ്പോൾ കൊടുത്തെന്ന്. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ പറയുന്നൊരു കാര്യം, എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീ പെട്ടു. ഇനി അവർക്ക് ഇപ്പോഴും പറയുന്നുണ്ട് ആൽബോയിട്ട് എനിക്ക് ജീവിക്കണം, എനിക്കിനി ഋതപ്പനെ നോക്കണം. ഇനി കിച്ചുവിൻ്റെ പേര് പറയാൻ പറ്റൂല. കാരണം ഇനി കിച്ചുവിൻ്റെ പേര് പറഞ്ഞാൽ എല്ലാവരും കൂടെ എടുത്തിട്ട് ഇതാക്കും. അതുകൊണ്ട് കിച്ചുവിന് 6 വയസ്സാണ്, അതുകൊണ്ട് പ്രാരാബ്ദവും പട്ടിണിയും മാറ്റാൻ ഇനി എനിക്ക് എക്സ്ക്ലൂസീവ് കണ്ടന്റിൽ പോയേ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. എന്തെങ്കിലും ആയിക്കോട്ടെ, ഇവരുടെ കണ്ടന്റ് എൻ്റെ ഫ്രണ്ടിൽ വന്നാൽ ഞാൻ തീർച്ചയായിട്ടും എടുത്തു വെച്ച് റിയാക്ട് ചെയ്തിരിക്കും. കാരണം ബാക്കി ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ നടക്കുന്ന സ്ത്രീകളൊക്കെ വന്ന് പറയുന്നുണ്ട് വൃത്തികെട്ട രീതിയിലാണെന്ന്. അതിനെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു പരിധിയുണ്ട്. പക്ഷേ ഇത് പറഞ്ഞില്ലേ, പട്ടിണി പരിവട്ടം കൊച്ചിനെ നോക്കാൻ വേണ്ടി എന്നും പറഞ്ഞ് വളരെ വൃത്തികെട്ട രീതിയിൽ അവരാധിച്ച് നടക്കുന്ന രീതിയിൽ നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ നമസ്കാരം.